നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോർഷനാണ്. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നതാണ് ചാപ്റ്ററിന്റെ പേര്, ഡിറ്റർമിനന്റ്. നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം ചോദിക്കാം. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എന്ന്. 4th ചാപ്റ്റർ ആണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഡിറ്റർമിനന്റ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ. യൂസിങ് ഡിറ്റർമിനന്റ് മെത്തേഡ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് മെത്തേഡ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ടോപ്പിക്കാണ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അതിനകത്ത് 3 കാര്യങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ 3 കാര്യങ്ങളും അറിയാമെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ മെട്രിക്സിനകത്ത് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു ടോപ്പിക് പറഞ്ഞായിരുന്നു. ആ മെട്രിക്സിനകത്ത് എലമെന്ററി മെത്തേഡ് ഉപയോഗിച്ചായിരുന്നു ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ ഇതാണ്: A inverse is equal to adj A divided by determinant A. Here determinant A not equal to 0. Here determinant A not equal to 0 ആയിരിക്കും. Then നമ്മൾ ഈ അഡ്ജ് എന്ന് പറയുന്ന കാര്യത്തിലോട്ട് എത്തുന്നതിന് വേണ്ടി ഉള്ള സ്റ്റെപ്പുകളാണ് 3 സ്റ്റെപ്പുകളായിട്ട് പറയുന്നത്. ഈ അഡ്ജ് എന്ന് പറയുന്ന കാര്യത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകളാണ് 3 സ്റ്റെപ്പുകളായിട്ട് പറയുന്നത്. അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈനർ എന്ന് പറയുന്ന കാര്യമാണ്. മൈനർ അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് M ആണ്. മൈനർ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഫാക്ടർ എന്ന് പറയുന്ന കാര്യമാണ്. കോഫാക്ടർ ഇതിനെ സൂചിപ്പിക്കുന്നത് A എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. കോഫാക്ടറിനെ സൂചിപ്പിക്കുന്നത് A എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. മൂന്നാമതായിട്ട് പറയുന്നത് അഡ്ജോയിന്റ് ആണ്. ഈ അഡ്ജോയിന്റിനെയാണ് ഇവിടെ അഡ്ജ് A എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അഡ്ജോയിന്റിനെയാണ് അഡ്ജ് A എന്ന് സൂചിപ്പിച്ചത്. അഡ്ജോയിന്റ് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ, കോഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഒരു മെട്രിക്സ് രൂപത്തിൽ എഴുതുക. കോഫാക്ടറിനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഒരു മെട്രിക്സ് രൂപത്തിൽ എഴുതിയതിനു ശേഷം അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് നമുക്ക് അഡ്ജോയിന്റ് ലഭിക്കുന്നത്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് നമുക്ക് അഡ്ജോയിന്റ് ലഭിക്കുന്നത്. ദെൻ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാലാമതായിട്ട് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ. അതായത് നമുക്ക് ഒരു ലീനിയർ ഇക്വേഷൻ തരും. എക്സിലും വൈയിലും ഡിഫൈൻ ചെയ്യുന്നതോ എക്സ് വൈ ഇസഡിൽ ഡിഫൈൻ ചെയ്യുന്നതോ ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ തരും. അത് നിങ്ങൾ ഓൾറെഡി സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മെട്രിക്സ് രൂപത്തിൽ സോൾവ് ചെയ്യണം. മെട്രിക്സ് രൂപത്തിൽ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതായത് എക്സിന്റെയും വൈയുടെയും ഇസഡ് ഉണ്ടെങ്കിൽ ഇസഡിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ് ഇവിടെ പഠിക്കുന്നത്. ദെൻ ഒരു ടോപ്പിക്ക് രണ്ടാമത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് വരുന്ന ഒരു ടോപ്പിക്ക് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്. ഇതെന്തുകൊണ്ടാണ് ഞാൻ അഞ്ചാമതായിട്ട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പോർഷൻ നിങ്ങൾക്ക് CBSE കാർക്ക് ഒഴിവാക്കിയിട്ടുള്ള ഒരു പോർഷനാണ്. CBSE സിലബസിൽ
ഇപ്പോൾ വന്ന പുതിയ നിയമപ്രകാരം അല്ല, പുതിയതായിട്ട് വന്ന സിലബസ് പ്രകാരം ഡിറ്റർമിനന്റ്, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ നമ്മളെ സ്റ്റേറ്റ് സിലബസുകാർക്കും ഇത് പഠിക്കണം എന്ന് ചോദിച്ചാൽ പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ പഠിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ലഭിക്കും. ഇത് നിങ്ങൾക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത്ര പ്രാധാന്യമില്ലാത്തതായതുകൊണ്ടാണ് ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് പറയുന്നത്. ഇത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്, കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മള് ടോട്ടലായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്, രണ്ടാമത് ഏരിയ ഓഫ് ട്രയാങ്കിൾ യൂസിങ് ഡിറ്റർമിനന്റ് മെത്തേഡ്, മൂന്നാമത് ഉള്ളത് ഇൻവേഴ്സ്. ഇൻവേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ്. മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ്. ദെൻ നാലാമതായിട്ട് പഠിക്കാനുള്ളത് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഈക്വേഷൻ. സൊല്യൂഷൻ ഓഫ് ലീനിയർ ഈക്വേഷൻ. അഞ്ചാമതായിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്. ദെൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനന്റ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. ഫസ്റ്റ് പറയാൻ പോകുന്നത് ഡിറ്റർമിനന്റ്. എന്താണ് ഡിറ്റർമിനന്റ്? അപ്പോൾ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരികയാണ്. ഡിറ്റർമിനന്റ്, വാട്ട് ഈസ് ഡിറ്റർമിനന്റ്? എങ്ങനെയാണ് ഡിറ്റർമിനന്റിനെ സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് തരുന്നതെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് തരുന്നത്. അതിന്റെ ഡിറ്റർമിനന്റിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, രണ്ട് പാരലൽ ലൈനിന്റെ ഇടയിലായിട്ട് ആ എ എന്ന് പറയുന്ന ലെറ്റർ സൂചിപ്പിക്കുക. ഇത് ഡിറ്റർമിനന്റിന്റെ സിമ്പിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ഡിഇടി എന്ന് പറയുന്ന സിമ്പിൾ സൂചിപ്പിക്കുക. ഡിഇടി, ഇതും ഡിറ്റർമിനന്റിന്റെ സിമ്പിൾ ആണ്. ഡിറ്റർമിനന്റ് രണ്ട് പാരലൽ ലൈനിന്റെ ഇടയിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാൽ ഡിറ്റർമിനന്റ് ആണ്, ഓർ ഡിഇടി എന്ന് എഴുതിയാലും ഡിറ്റർമിനന്റ് ആണ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ ഇടാം, സിമ്പിൾ ആണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഇവിടെ തരികയാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. ഇതിന്റെ ഫൈൻഡ്, ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഡിറ്റർമിനന്റ് എ. ഫൈൻഡ് ഡിറ്റർമിനന്റ് എ. എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ മെട്രിക്സിലെ എലമെന്റിനെ രണ്ട് പാരലൽ ലൈനിന്റെ ഇടയിലായിട്ട് അറേഞ്ച് ചെയ്യുക. പാരലൽ ലൈൻ വരയ്ക്കുക. ദെൻ 1 2 3 4 അറേഞ്ച് ചെയ്തു. അറേഞ്ച് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 1, ഈ പൊസിഷനിൽ വരുന്ന നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമ്മുടെ മെട്രിക്സിൽ പറയുകയാണെങ്കിൽ ഡയഗണൽ എലമെന്റ്. ഓക്കെ, മെട്രിക്സിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഡയഗണൽ എലമെന്റ്. ഈ 4 into 1 that is equal to 4 into 1 മൈനസ് ചെയ്യുക. ഫസ്റ്റ് ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം മൈനസ് ചെയ്യുക. അടുത്ത രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 2 3 into 2 that is equal to 4 into 1 is equal to 4 minus 3 into 2 is equal to 6 that is equal to minus 2 എന്നതിൽ ആൻസർ ലഭിക്കും. minus 2. Then നമ്മൾ 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നമുക്ക് ഉള്ളതെന്ന് പറയുന്നത് 3x3 മെട്രിക്സ് ആണ് വരുന്നത്. അതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാം. 3x3 മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സ് വരികയാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയായിട്ട് എഴുതുകയാണ്. എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9. Okay, find determinant A. Find determinant A. Then നമ്മൾ ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്ന രണ്ട് പാരലൽ ലൈനിന്റെ ഇടയിലായിട്ട് എലമെന്റിനെ അറേഞ്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9. ഓക്കെ, അറേഞ്ച് ചെയ്തു. ഇനി നോക്കേണ്ടത്
ഈ എലമെന്റിലെ ഏത് റോ ഉപയോഗിച്ച് വേണമെങ്കിലും ഏത് കോളം ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് റോ ഉപയോഗിച്ച് വേണമെങ്കിലും ഏത് കോളം ഉപയോഗിച്ച് വേണമെങ്കിലും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. കിട്ടുന്ന വാല്യൂസ് എല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഞാനിവിടെ പറയുന്നത് ഒന്നാമത്തെ റോ ഉപയോഗിച്ച് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന രീതിയാണ് പറയുന്നത്. അതേ രീതി തന്നെയാണ് ബാക്കിയുള്ള റോ ഉപയോഗിച്ച് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ റോയിൽ വരുന്ന ഓരോ എലമെന്റിന്റെയും പൊസിഷന്റെ സം നോക്കുക. ഒന്നാമത്തെ റോയിൽ വരുന്ന ഒന്നെന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ റോയില് ഒന്നാമത്തെ കോളത്തിലുള്ള എലമെന്റ് ആണ്. അതായത് 1 1 ആണ് പൊസിഷൻ എന്ന് പറയുന്നത്. 1 1 ആണ്. 2 എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ റോയില് രണ്ടാമത്തെ കോളത്തിലുള്ള എലമെന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ റോ രണ്ടാമത്തെ കോളം 1 2 ആണ്. ദെൻ 3 എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ റോയിൽ തന്നെയാണ് മൂന്നാമത്തെ കോളത്തിലുള്ള എലമെന്റ് ആണ്. അതായത് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1 3 ആയിരിക്കും. അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1 3 ആണ്. ദെൻ പൊസിഷന്റെ സമ്മ് എന്ന് പറയുന്നത് പൊസിഷന്റെ സമ്മ് എന്ന് പറയുന്നത് പൊസിഷൻസ് സം പൊസിഷന്റെ സമ്മ് എന്ന് പറയുന്നത് ഈവൻ നമ്പറും വരാം ഓഡ് നമ്പറും വരാം. ഓക്കെ, മറന്നു പോകരുത്. പൊസിഷന്റെ സം എന്ന് പറയുന്നത് ഈവൻ നമ്പറും വരാം ഓഡ് നമ്പറും വരാം. പൊസിഷന്റെ സം എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. പൊസിഷന്റെ സമ്മ് ഈവൻ നമ്പർ ആണ് വരുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ദെൻ പൊസിഷന്റെ സമ്മ് എന്തായിട്ടാണ് വരുന്നതെങ്കിൽ ഓഡ് നമ്പർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ കാര്യം മറന്നു പോകരുത്. പൊസിഷന്റെ സമ്മ് ഈവൻ നമ്പർ ആണെങ്കിൽ പ്ലസ് ആയിട്ട് എടുക്കുക, ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എടുക്കുക, മൈനസ് ആയിട്ട് എടുക്കുക. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാൻ ഫസ്റ്റ് നമ്പർ എടുത്തു, 1 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. 1 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. അതിന്റെ പൊസിഷന്റെ സം എന്ന് പറയുന്നത് 1 പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. 2 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇത് എന്തായിട്ട് എടുക്കുക? പ്ലസ് ആയിട്ട് എടുക്കുക. ഞാൻ 1 എന്ന് പറയുന്നത് മാത്രം എഴുതി പ്ലസ് 1. ഓക്കെ, ദെൻ ആ 1 ഉൾപ്പെടുന്ന കോളവും റോയും മറയ്ക്കുക. ആ 1 ഉൾപ്പെടുന്ന കോളവും റോയും ഒഴിവാക്കുക. ബാക്കിയുള്ള എലമെന്റ് ഡിറ്റർമിനന്റിന്റെ അകത്തായിട്ട് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 6 8 9. 5 6 8 9. ഓക്കെ, ദെൻ രണ്ടാമത്തെ എലമെന്റ് എടുക്കുക. 2 എന്ന് പറയുന്ന എലമെന്റ് എടുത്തു. 2 അതിന്റെ പൊസിഷന്റെ സം എന്ന് പറയുന്നത് 1 പ്ലസ് 2 ആണ്. 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 3 ആണ്. 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു മൈനസ് സൈൻ ആണ്. അതുകൊണ്ട് 2ന് മൈനസ് സൈൻ കൊടുക്കുക. 2ന് മൈനസ് സൈൻ കൊടുക്കുക. ദെൻ അതിന്റെ റോയും കോളവും ഒഴിവാക്കുക. അത് ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കുക. റോയും ഒഴിവാക്കുക, കോളവും ഒഴിവാക്കുക. ബാക്കിയുള്ള എലമെന്റുകൾ 4 6 7 9. 4 6 7 9. ഓക്കെ, ദെൻ അടുത്ത എലമെന്റ് എടുക്കുക. 3 എന്ന് പറയുന്ന എലമെന്റ് എടുക്കുക. 3യുടെ പൊസിഷന്റെ സം എന്ന് പറയുന്നത് 1 പ്ലസ് 3 ആണ്. 4 ആണ്. 4 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് പ്ലസ് എടുക്കുക. ദെൻ പ്ലസ് 3 എന്ന് എഴുതുക. പ്ലസ് 3 അതിന്റെ റോയും കോളവും ഒഴിവാക്കുക. റോയും കോളവും ഒഴിവാക്കുക. അത് ഉൾപ്പെടുന്ന ആ എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കുക. റോയും കോളവും ഒഴിവാക്കി. ദാറ്റ് ഈസ് 4 5 7 8. 4 5 7 8. ഓക്കെ, ദെൻ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. 1 into 2/2ന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. 9 into 5. 9 into 5 minus 6 into 8. 6 into 8 minus 2 into 9 into 4. 9 into 4 minus 6 into 7. 6 into 7 plus 3 into 8 into 4. 8 into 4
minus 5 into 7. 5 into 7. Okay, that is equal to 45. 9 into 5 എന്ന് പറയുന്നത് 45 ആണ്. 1 into any number is equal to that number. That is equal to 45 minus 6 48. Okay, minus 2 into 9 4 36 minus 6 7 42. Okay, plus 3 into 8 into 4 32 minus 7 into 5 35. Okay, that is equal to 45 minus 48 minus 3 minus 2 into 36 plus 36 minus 42. 36 minus 42 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, 36 42ൽ നിന്ന് 36 മൈനസ് ചെയ്യുക, മൈനസ് കൊടുക്കുക. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ -2 ഇൻറ്റു ഇവിടെ 6 അല്ല -6 ആണ്. -6. Then അടുത്ത സൈൻ എടുക്കുക. +3 ഇൻറ്റു 32 മൈനസ് 35. 32 മൈനസ് 35 that is equal to -3. Then 3 അതേപോലെ എടുക്കുക. -3 -2 into -6 that is equal to +12. Then അടുത്തത് 3 into -3 that is equal to -9. Then 9ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 10 11 12 ആണ്. -12 ആണ്. ഓക്കെ, -12 plus 12 is equal to 0. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചത് 0 ആണ്. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ടാണ് ലഭിച്ചത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, യഥാർത്ഥം നമ്മൾ ഇതുവരെ പറഞ്ഞത് 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനും 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുമാണ് പറഞ്ഞത്. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏരിയ ഓഫ് ട്രയാങ്കിൾ യൂസിങ് ഡിറ്റർമിനന്റ് മെത്തേഡ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ യൂസിങ് ഡിറ്റർമിനന്റ് മെത്തേഡ്. Area of triangle using determinant method. Area of triangle using determinant method. ഓക്കെ, ഡിറ്റർമിനന്റ് മെത്തേഡ് ഉപയോഗിച്ച ഏരിയ കണ്ടുപിടിക്കണം. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതാർത്ഥം ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. ഏരിയ ഈസ് ഈക്വൽ ടു ഒരു 3 വെർട്ടിസസുകൾ തന്നിരിക്കുന്നു. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസുകളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ വെർട്ടിസസ് x1, y1 എന്നും, രണ്ടാമത്തത് x2, y2, മൂന്നാമത്തത് x3, y3 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1, x2, x3, y1, y2, y3, 1, 1, 1. ഓക്കെ, അതാർത്ഥം ഇവിടെ തന്നിരിക്കുന്ന എലമെന്റ് ഉപയോഗിച്ച് ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ദെൻ അതിന്റെ ഹാഫ് എടുക്കുക. അപ്പോൾ ലഭിക്കുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ 3 പോയിന്റുകൾ തരും നിങ്ങളെടുത്ത്. ഏരിയ കണ്ടുപിടിക്കാനൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്, കോളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നു. കോളീനിയർ
കൊളീനിയർ ആണോ? കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ കൊളീനിയറിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു 3 പോയിന്റുകൾ കൊളീനിയർ ആണെന്ന് പറഞ്ഞാൽ, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. 3 പോയിന്റുകൾ കൊളീനിയർ ആണെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 3 lines are lying on a line. 3 points are lying on a line. 3 പോയിന്റുകളും ഒരേ ലൈനിലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 3 പോയിന്റുകളും ഒരേ ലൈനിലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 3 points are lying on a line. അതർത്ഥം കൊളീനിയർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? ആ ലൈനുകൾ കൊളീനിയർ ആയിരിക്കും. കൊളീനിയർ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടിയിലേക്ക് പോകും. ഇൻവേഴ്സും സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷനും കൂടെ ആകുമ്പോഴത്തേക്കും, പിന്നെ പ്രോപ്പർട്ടി ആണുള്ളത്. ഇത്രയും ആകുമ്പോഴത്തേക്കാണ് ചാപ്റ്റർ തീരുന്നത്. ഒരു ചെറിയ ചാപ്റ്ററാണ്, വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ഒപ്പം പഠിച്ചു വരിക, ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യുക. 4.1 എക്സസൈസുകൾ എല്ലാം തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ ആൻസറുമായിട്ട് അടുത്ത വീഡിയോ